ഹേ ഗൈസ്, ഞാൻ നോറയും ഋഷിയുമാണ് ഈ പറഞ്ഞ മാതിരി പോളിങ്ങിൽ കുറവായിട്ട് എവിക്ഷനിൽ സംസാരിച്ചത്. ഇപ്പോൾ കേൾക്കുന്നത് നോറയുടെ കാര്യം കൺഫേം ആണ്. നോറ സിജോ എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ എനിക്ക് വല്ല ഞെട്ടലൊന്നും തോന്നുന്നില്ല. കാരണം ലൈക്ക് തുടക്കം തൊട്ടേ കപ്പ് ഞാൻ എടുക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും റോക്കിയുടെ പഞ്ച് കിട്ടിയതിന് ശേഷം ബിഗ് ബോസിൻ്റെ അണ്ടർ ട്രീറ്റ്മെൻറ്റിലാവുകയും അത് കഴിഞ്ഞ് തിരിച്ചു കയറി വന്നിട്ടും ടിൽ നൗ എനിക്ക് വലിയ മാറ്റമൊന്നും സിജോന്റെ ഭാഗത്തുനിന്ന് കണ്ടില്ല. എക്സ്ക്യൂസ്, അപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്, അതിന്റെ സൗണ്ടാണ്. അപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ജാസ്മിൻ സിജോന്റെ ആ ഒരു പരാജയ പ്രവേശനം ചെയ്തപ്പോഴും അല്ലെങ്കിൽ നോറയെ പറയുന്നുണ്ട്, നോറയെ അർജുൻ പറയുന്നുണ്ടായിരുന്നു സിജോ വെറും പട്ടിഷോ ആണ്. ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോന്റെ ഭാഗത്തുനിന്ന് വലിയ കോൺട്രിബ്യൂഷൻ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. കത്തിക്കുന്നു പറഞ്ഞ് കയറിയിട്ട് ഞാനൊന്നും കത്തിക്കുന്ന കണ്ടില്ല. അതിൽ എനിക്കിപ്പോൾ സിജോ എവിക്റ്റ് ആവുന്നു അല്ലെങ്കിൽ സിജോയും നോറോയും ആണെന്നാണ് സിജോന്റെ കേസിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കുറച്ചുകൂടി ചിന്തിച്ച് വോട്ട് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയാം. കാരണം സിജോയിൽ ഒരുപാട് ലൈക്ക് എന്താ പറയുക, പ്രതീക്ഷ വെച്ച പ്രേക്ഷകരുണ്ട്. അപ്പോൾ രണ്ടാമത് കയറിയപ്പോൾ ആ പഞ്ച് കിട്ടിയ സമയത്ത് സിജോനോട് ഭയങ്കര ഇഷ്ടം തോന്നുകയും ഒരു സെന്റിമെന്റ്സ് തോന്നുകയും പാവം പയ്യൻ കപ്പും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത് കപ്പ് കിട്ടിയില്ലെങ്കിലും നമുക്കിപ്പോൾ സിജോ ഞാൻ കപ്പ് എടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെയൊന്നും കപ്പ് എടുക്കാൻ പറ്റുമെന്നല്ല. ഇത് മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ബാത്റൂമിൽ വെച്ചേക്കണ ബക്കറ്റിന്റെ കപ്പൊന്നുമല്ല. അതിന് അതിൻ്റെതായ കാര്യങ്ങൾ ഡിസേർവ് ചെയ്യണം. അപ്പോൾ ഇപ്പം കേൾക്കുന്നത് സിജോ നോറയാണെന്നാണ്. പിന്നെ അത് മാത്രമല്ല, വരും ഡേയ്സിൽ പല ഇതിലും കണ്ടത് എന്താണെന്ന് വെച്ചാൽ നോറോടും ജാസ്മിനോടും കുറച്ചൊരു മെക്കട്ടേറ്റം പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഋഷി നോറ എന്നുള്ള സംഭവത്തിന് ഇതിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ട്വിസ്റ്റ് ആവാം, നമ്മൾ ചിന്തിക്കാത്ത ആൾ വേണമെങ്കിലും ആവാം എന്നുള്ള രീതിയിലാണെങ്കിലും നോറയുടെ കാര്യം കൺഫേം ആയി. സീക്രട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മതി സീക്രട്ട് റൂമിൽ ഇട്ടു, ഒന്ന് സന്തോഷിപ്പിച്ചു, തിരിച്ചു കയറ്റി. ആ ശരി, ഹാപ്പി അല്ല, എന്നാൽ ശരി മോളെ കാണാം, ഇനി ഫിനാലേക്ക് കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയാണ്. സിജോന്റെ കേസാണെങ്കിലും ആൾ കത്തിക്കാൻ വന്നു എന്നുണ്ടെങ്കിലും കത്തിക്കലായിട്ട് എനിക്കൊരു തേങ്ങയും ഫീൽ ചെയ്തില്ല എന്ന് ഫ്രാങ്ക്ലി ഞാൻ പറയും. ആസ് എ ഗെയിമർ ഒരു മീഡിയം പേഴ്സൺ. പുള്ളി പറഞ്ഞിരുന്ന ഒരു ഇൻട്രോ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 4 അംശം പോലും സിജോ അവിടെ കാണിച്ചിട്ടില്ല. പിന്നെ ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് സിജോ പോലത്തെ ഒരു വ്യക്തിയുടെ വലിയ ഭാഗ്യം തന്നെ പറയാം. സോ ഇപ്പൊ കേൾക്കുന്നത് നോറ സിജോ എന്നാണ്. കുറച്ച് ദൂരെന്ന് കേട്ടതാണ്. അപ്പോൾ ഇതിലും ഇനി തേങ്ങ തീരുമോന്ന് അറിയില്ല. കറന്റ്ലി ഇവരുടെ ലിസ്റ്റാണ് പോളിംഗ് വൈസ് ആണെങ്കിൽ എന്താണെങ്കിലും ടോപ്പായിട്ട് കാണുന്നത്.